വി.എസ്. രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. രഞ്ജിത്ത്, പ്രത്യക്ഷമായി തന്നെ ഇതിലെ അഭിപ്രായ ഭിന്നത പുറത്തു വന്നിരിക്കുകയാണ്. ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിക്ക് ഇത് ആലപ്പുഴയിൽ വേണമെന്നാണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നത് ഏത് ജില്ലയിൽ എന്നുള്ളതല്ല, എയിംസ് വേണം കേരളത്തിന് എന്നുള്ളതാണ്. മാത്രമല്ല എം.ടി. രമേശൊക്കെ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞ പല കാര്യങ്ങളെയും അത്തരത്തിലല്ല നിലപാട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുരളീധരൻ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളത്. ഇനി കാസർഗോഡ് മറ്റൊരു മേഖലാ പ്രസിഡന്റ് പറയുന്നതാണെങ്കിൽ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് പറയുന്നതാണെങ്കിൽ കാസർഗോഡ് എയിംസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നു. ഒന്ന് നമുക്കറിയാം, കേരളത്തിന് എയിംസ് വേണം. ബി.ജെ.പിക്ക് അതിൽ എന്താണ് ഇത്തരത്തിൽ പല നിലപാട്? റോഷ്നി, ഇതിൽ ബി.ജെ.പിയുടെ ഈ ഭിന്നത കേരളത്തിനൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാവാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് ഒരു പോസിറ്റീവായ സമീപനമാണ്. കേരളത്തിൽ എയിംസ് അനുവദിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമാണ് ഇതിൽ ബാക്കിയുള്ളത് എന്നുള്ളതാണ് വീണ ജോർജ് പറഞ്ഞത്. ആ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് ബി.ജെ.പിയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ച് മറ്റ് ജില്ലകളെ പിണക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബി.ജെ.പിയുടെ ഔദ്യോഗിക വിഭാഗം ആഗ്രഹിക്കുന്നത് ബി.ജെ.പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കുറച്ചുകൂടി സ്വാധീനം വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ അവിടെ എയിംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എയിംസ് വന്നാൽ, തിരുവനന്തപുരത്ത് എയിംസ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തിരുവനന്തപുരത്ത് ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന പല നിയമസഭാ സീറ്റുകളുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയമുണ്ട്. അതിനൊക്കെ തിരുവനന്തപുരത്ത് എയിംസ് വന്നാൽ കൊള്ളാം എന്ന് ബി.ജെ.പിയിൽ ഒരു വിഭാഗത്തിന് പ്രബലമായ ആവശ്യമുണ്ട്. അതോടൊപ്പം വേണമെങ്കിൽ ബി.ജെ.പിക്ക് ഒരു എം.പിയെ കൊടുത്ത തൃശ്ശൂരിൽ ആകാം എന്നുള്ളതും ബി.ജെ.പിയുടെ ഔദ്യോഗിക അഭിപ്രായമാണ്. ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടക്കാലത്ത് ഒരു തവണ പറഞ്ഞു ആലപ്പുഴയിൽ തന്നെ എയിംസ് വരണം, ആലപ്പുഴയിൽ തന്നില്ലെങ്കിൽ ഞങ്ങൾ ആ ഭൂമി ആ എയിംസ് സ്റ്റാലിന് കൊടുക്കും അല്ലെങ്കിൽ തമിഴ്നാടിന് കൊടുക്കുമെന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂരിന് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ബി.ജെ.പി ഒരു അഭിപ്രായ ഭിന്നതയിൽ എത്തിയിരിക്കുന്നു. തൃശ്ശൂരാണോ ആലപ്പുഴയാണോ തിരുവനന്തപുരത്ത് വേണോ എന്ന കാര്യത്തിൽ. ഏതായാലും തൃശ്ശൂരിലേക്ക് സമവായത്തിൽ എത്താനാണ് സാധ്യത. തൃശ്ശൂരാകുമ്പോൾ സുരേഷ് ഗോപിക്കും താല്പര്യമുണ്ട്. ബി.ജെ.പിയുടെ വളർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ കാസർഗോഡ് ജില്ലയുടെ മുൻ അധ്യക്ഷനും ഇപ്പോൾ മേഖലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീകാന്ത് പറയുന്നു ഞങ്ങൾക്ക് കാസർഗോഡ് വേണമെന്നൊരാവശ്യം നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് ബി.ജെ.പിക്ക് നിർണായക സ്വാധീനമുണ്ട്. പക്ഷേ ഇപ്പോൾ മഞ്ചേശ്വരം ഒന്നും അങ്ങനെ ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന സ്ഥലമല്ല. അത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. അങ്ങനെ ആവുമ്പോൾ തൃശ്ശൂരോ തിരുവനന്തപുരമോ എന്നൊരു ഓപ്ഷനിലേക്ക് ബി.ജെ.പി എത്താനാണ് സാധ്യത. നിലവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നതിൽ ഒരു അപ്രീതി, ഒരു അനിഷ്ടം ബി.ജെ.പിക്കാർക്കുണ്ട്. കാരണം ഇങ്ങനെ തുറന്നൊരു ജില്ലയിൽ വേണമെന്നൊന്നും ഒരു കാലത്തും പറയാൻ പാടില്ല. കാരണം മറ്റു ജില്ലകൾക്കൊക്കെ ഇത്തരം ആവശ്യമുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് രഹസ്യമായി കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചത് ബി.ജെ.പിയുടെ ഔദ്യോഗിക അഭിപ്രായമല്ല എന്നുള്ളതാണ് ഇപ്പോൾ എം.ടി. രമേശും വി മുരളീധരനും ഒക്കെ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരനും അതേ അഭിപ്രായമായിരിക്കും. ഇങ്ങനെ പരസ്യമായി ഒരു നിലപാട് പറയുന്നില്ല. ഒരു ജില്ലയുടെ പേര് പരസ്യമായി തന്നെ പറയുകയാണ്. അതിനെതിരെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ് എതിർപ്പുണ്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ അതിനുള്ള ഒരു സാധുത അതുകൂടി ഈ ബി.ജെ.പി നേതൃത്വത്തെ കുഴപ്പത്തിലാക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ അഭിപ്രായം, സംസ്ഥാനത്തിന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, ജോർജ് കുര്യനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും. സുരേഷ് ഗോപി ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം.പിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കുറച്ചുകൂടി ആധിപത്യം പാർട്ടിയിലും കേന്ദ്ര നേതൃത്വത്തിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അദ്ദേഹം ഒരു ജനപ്രിയനായ നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ പാർട്ടി ഒന്നടങ്കം ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ഒരുപക്ഷെ ഔദ്യോഗിക നിലപാടായി തന്നെ കേന്ദ്രം കാണാനാണ് സാധ്യതയുള്ളത്. ഏതായാലും ബി.ജെ.പിക്ക് അകത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്നത് ഇത് ഒരിടത്ത് വരാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും. അത് കേരളത്തിന്റെ പൊതുവായ താല്പര്യത്തിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് ബി.ജെ.പി വ്യക്തമായ കൂടിയാലോചനയിലൂടെ ഒരിടം കണ്ടെത്തുകയും അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയുമാണ് കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി അവർ ചെയ്യേണ്ടത്. അത് കേന്ദ്രമന്ത്രിക്കൊപ്പമാണോ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമാണോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരാണെങ്കിൽ എല്ലാവർക്കും അഭിപ്രായ സമന്വയമുള്ള മേഖലയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി എത്തുകയും അത് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്താൽ നേരത്തെ വീണ ജോർജ് പറഞ്ഞ രാഷ്ട്രീയ തീരുമാനം അത് ബി.ജെ.പി എടുക്കേണ്ടതാണ്. ആ രാഷ്ട്രീയ തീരുമാനമാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ആവശ്യമുള്ള ഒരു എയിംസ് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനി വേണ്ടത്. വി.എസ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.